ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ 1ാം വാർഷികം നവംബർ 16-ന് ചാലിശ്ശേരിയിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ കൂറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ 1ാമത് വാർഷിക സമ്മേളനം നവംബർ 16-ന് ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് ക്ഷേത്ര ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല മേഖലയിലെ വിവിധ ആരാധനാലയങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നടക്കുന്ന ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, നേർച്ചാഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അനുമതികൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരിരക്ഷ എന്നിവ ഉറപ്പുവരുത്തുവാനും ഉത്സവപ്പറമ്പുകളിലെ കച്ചവടക്കാരുടെയും ആനത്തൊഴിലാളികളുടെയും കലാകാരന്മാരുടെയും തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത്. സംഘടനയ്ക്ക് കീഴിൽ ഏകദേശം 15 പേരടങ്ങുന്ന എലിഫന്റ് റെസ്ക്യൂ കോഴ്സിനായി ലക്ഷ്യസ്ഥാനങ്ങളിൽ അടിയന്തര സേവനങ്ങൾക്കായി ഒരു ആംബുലൻസും ഇതിനകം സ്വന്തമാക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന നവംബർ 16-ാം തീയതി ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് ശ്രീ മുല്ലയമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പാനപ്പന്തൽ ഹാളിൽ വെച്ച് നമ്മുടെ 1ാം മേഖലാ സമ്മേളനം വിശിഷ്ട വ്യക്തി ഈ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യപ്രഭാഷണം ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി വത്സൻ ചമ്പക്കര സംസാരിക്കുന്നതുമായിരിക്കും. അതിനോടനുബന്ധിച്ച് ഈ പാലക്കാട് ജില്ലയിൽ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഇല്ലാത്ത ഒരു എലിഫന്റ് സ്ക്വാഡ് നമ്മൾ രൂപീകരിക്കുകയും ഒരു വണ്ടി സ്വന്തമായി മേടിക്കുകയും ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത് 2 വണ്ടി പ്രവർത്തനമായി ഓടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് സാറിനെ കിട്ടുകയും അദ്ദേഹം 11 മണിയാകുമ്പോൾ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വരാം എന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് കുന്നോളം മേഖലയിലായിരുന്നു ഈ 2 വണ്ടിയും കാര്യങ്ങളും ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന പാലക്കാട് ഭാഗത്തേക്ക് എലിഫന്റ് സ്ക്വാഡിൻ്റെ പ്രവർത്തനം, അത് നമ്മൾക്ക് നേരിട്ട് നമ്മുടെ കമ്മിറ്റിക്ക് നമ്മുടെ മേഖലയിൽ ഒരു വണ്ടി മേടിക്കാൻ സാധിക്കുകയും എല്ലാവരുടെ സഹകരണം കൊണ്ട് മേടിച്ച് അത് ഉദ്ഘാടനം ചെയ്യാനും നമുക്കത് ഈ കമ്മിറ്റിക്കാർക്ക് ഉപകാരപ്രദമായി ചെറിയ ഒരു പൈസ നിരക്കിൽ അത് ഓടുവാനും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുവാനും സാധിക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര മുഖ്യപ്രഭാഷണം നടത്തും. പ്രശസ്ത ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ P രാജീവ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മേഖലാ പ്രസിഡന്റ് TV മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. കലാമണ്ഡലം കൽപ്പിഴ സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസറും കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗവുമായ കലാമണ്ഡലം ചന്ദ്രൻ, ആനപ്പുറം കലാകാരൻ തലക്കശ്ശേരി കറുത്തേടത്തുമന മണികണ്ഠൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് TP മുകുന്ദൻ, വൈസ് പ്രസിഡന്റുമാരായ ജയൻ കൂറ്റനാട്, തമ്പി കൊളനൂർ, ട്രഷറർ CK സുഷി, ജോയിന്റ് സെക്രട്ടറി രവി കുന്നത്തെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. വിസിറ്റിംഗ് പ്രൊഫസറായിരുന്ന കലാമണ്ഡലം ചന്ദ്രനെയും ആനപ്പുറം കലാകാരൻ നിലയ്ക്കറിയപ്പെടുന്ന മണികണ്ഠൻ കറുത്തെടുത്ത് മന ഈ 2 പേരെയും നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ 1 വർഷത്തെ പ്രവർത്തന ഭാഗമായി ഒരു എലിഫന്റ് റെസ്ക്യൂ ടീമും ഒരു ആംബുലൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ആംബുലൻസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷാണ്. ഈ എലിഫന്റ് സ്ക്വാഡിൻ്റെ വിശദ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ജയൻ കൂറ്റാണ് ചെയ്യുന്നത്.